ടൂറിന് എവിടെയാ പോണേ നമ്മള്? തേക്കടി വേണ്ട, ആതിരപ്പള്ളി വെള്ളച്ചാട്ടം വേണ്ട, ബാഹുലിയൊക്കെ ടൂട്ട് നടന്ന അവിടെ വേണ്ട, പിന്നെ പൊന്മുടി വേണ്ട, ബജറ്റ് കൂട്ടിപ്പിടിക്കാനുള്ള പരിപാടി. മൂന്നാറ് കറക്റ്റ് അങ്ങേറ്റം പോയി. മൂന്നാറെന്ന് പറയാൻ തുടങ്ങിയിട്ടേ 300 പ്രാവശ്യമായി. ഓരോ പ്രാവശ്യം ടൂറിന്റെ കാര്യം അങ്ങോട്ട് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ പറയും വെക്കേഷൻ ആവട്ടെ എന്ന് പറയും. വെക്കേഷൻ ആകുമ്പോ പറയും അയ്യോ തുടങ്ങിയതല്ലേ ഉള്ളു, ഇനി അങ്ങോട്ട് ദിവസങ്ങൾ കിടക്കുകയല്ലേ എന്ന് പറയും. വെക്കേഷൻ തീരാറാകുമ്പോ പറയും കയ്യിൽ പൈസ ഇല്ല. ഇത് തന്നെ ഏട്ടന്റെ സ്ഥിരം പരിപാടി. എന്തോന്ന് പറയാത്ത? അല്ലെങ്കിൽ ടൂറിന്റെ കാര്യം പറയുമ്പോ എപ്പോഴും ഉറങ്ങും. ഇപ്പൊ 301 പ്രാവശ്യം, ഇനി അടുത്ത പ്രാവശ്യം പറയാൻ 301 പറയാം. 300 പറഞ്ഞില്ലേ, ഇനി 301 പറയാം. വേണ്ട, ഇനി പറയണ്ട, ഞങ്ങള് വരുന്നില്ല, അപ്പൊ തീർന്നില്ലേ. എന്തായാലും ഏട്ടൻ കൊണ്ടുപോകത്തില്ല ഞങ്ങള്. ഈ പ്രാവശ്യം ഏട്ടൻ കൊണ്ടുപോകാൻ പോണില്ല. ഇത് തീരാറാകുമ്പോഴത്തേക്ക് ഭയങ്കര പൈസ തരും. വെക്കേഷൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് വേണം, ഇത് വേണം, പ്ലാനറ്ററിയത്തിൽ പോകണം, അവിടെ പോകണം, ഇന്നടുത്ത് പോകണം, മ്യൂസിയത്തിൽ പോകണം എന്ന് പറയും. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പൈസ ചെലവാക്കുമ്പോൾ വലിയ വലിയ കാര്യങ്ങൾ നടക്കാതെ പോകും. അപ്പൊ ഇപ്രാവശ്യം വെക്കേഷൻ ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് വലിയ വലിയ കാര്യം നടക്കും. അപ്പൊ പിന്നെ പറയാതിരുന്ന പോരെ വെക്കേഷന് ടൂറിന് പോകാൻ. ലൈറ്റ് ഞാൻ അണയ്ക്കാം, നീ അണയ്ക്കൂലെന്ന് അറിയാം. അണയ്ക്കില്ല. മൂന്നാറ് അടുത്ത പ്രാവശ്യം വേണ്ടേ, ഞങ്ങക്ക് ടൂറിന് പോകണ്ട പറഞ്ഞതേ. മൂന്നാറ് ആണെങ്കിൽ നമുക്ക് പോവല്ലേ? മൂന്നാറ് അടുത്ത പ്രാവശ്യം. വെറുതെ കൊച്ചിന് ആശ കൊടുക്കരുതേ. നിനക്കല്ലേ പോലി നമുക്കൊരു ആഗ്രഹമില്ല, നിനക്കാണ് അത്യാവശ്യം. എനിക്കൊരു അത്യാവശ്യമില്ല. എന്റെ കയ്യിലെ പൈസ എങ്ങനെയെങ്കിലും എങ്ങോട്ടാ പോയത്? ഒരു തുണി എടുക്ക, ഒരുപാട് പോകുന്നു. ഒന്നുമില്ല. അയ്യോ അയ്യോ, കൈമാറ്റ്. ഒന്നുമില്ല. ഹലോ അൻസാറേ, ഒരു വണ്ടി നീ ഒന്ന് പെട്ടെന്ന് അറേഞ്ച്. ഇവിടെ അളിയൻ ആരോ ഒന്ന് വെട്ടിട്ട് പോയി. പെട്ടെന്ന് അറേഞ്ച്, പെട്ടെന്ന് വരാം. ഈ വണ്ടി എടുത്തോളൂ, പെട്ടെന്ന്.